الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم بالحياة الدنيا وهم يحسبون أنهم يحسنون صنعا സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം കരുണാവാരിയായ റബ്ബ് നാം ആവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളായി നമ്മൾ ഖുത്ബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ ചര്യ പിൻപറ്റിക്കൊണ്ടാണ് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കേണ്ടത് എന്ന അടിസ്ഥാന വിഷയമാണ്. മുൻഗാമികളായ സഹാബത്തും താബീയങ്ങളും താബീയങ്ങളുമൊക്കെ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ആ പ്രവാചകന്റെ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ച സാക്ഷ്യം ജീവിതത്തിലൂടെ ശരിവെച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യകളെ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ പിൻപറ്റുകയായിരുന്നു അവർ ചെയ്തത്. അവരത് ജീവിതത്തിലൂടെ തെളിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒപ്പമുള്ള സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ സംബന്ധിച്ച് സ്നേഹപ്രകടനത്തിന് ആ ചര്യകളെ പിൻപറ്റുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമുള്ള വിശ്വാസികൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ളവർക്കുള്ള സൗഭാഗ്യം രണ്ട് വിധത്തിലാണ് അള്ളാഹു നൽകിയത്. ഒന്ന്, പ്രവാചകനെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട്. രണ്ട്, പ്രവാചകന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അതാണ് സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് അത് വിശദമായി പഠിക്കണം. സ്വലാത്തു നബി എന്താണ് എന്ന്, അതിൻ്റെ മഹത്വം എന്താണ് എന്ന്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് തുടർ ഖുത്ബകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് ഒരഭിപ്രായം ഒരു കിതാബിലുമില്ല.
ഖുർആനിലില്ല, നബിയുടെ ഹദീസിലുമില്ല, മദ്ഹബിൻ്റെ ഇമാമുകളുടെ കിതാബുകളിലില്ല. 16ഓളം ദിവസം അഭിപ്രായപ്പെടും. റബീഉൽ അവ്വൽ തന്നെ പല ഡേറ്റ്. 12 ബലം 9-നാണ്, റമദാനിലാണെന്ന് വേറെ അഭിപ്രായം. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതേ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്. അത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. വഫാത്തിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല, അത് ശ്രദ്ധിക്കണ്ടേ. വഫാത്തിനെ കുറിച്ച് ഒരാൾക്കും ഒരു അഭിപ്രായമില്ല, പണ്ഡിതന്മാർ ഏകോപിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തുണ്ടായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഉറപ്പുള്ളത് ഏതാ? ഉറപ്പുള്ളത് വഫാത്താണ്. സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചതിൻ്റെ ചരിത്രം വളരെ അധികമുണ്ടല്ലോ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, പണ്ഡിതനാണ് അദ്ദേഹം. ഖുർആനിനെ കൂടുതൽ മനസ്സിലാക്കിയ പണ്ഡിതൻ. അദ്ദേഹത്തെ പ്രവാചകന്റെ വഫാത്തിൻ്റെ, ആ പ്രവാചകന്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് നിയോഗിക്കുന്നത് ദഅവത്തിന് വേണ്ടി. ആ യമനിലെ വിശ്വാസികൾക്ക് നേതൃത്വം വഹിക്കാനും അവിടെയുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസാന കാലത്താണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകി. എന്നിട്ട് പുറത്ത് കയറിയപ്പോൾ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് റസൂലുള്ള കൂടെ നടന്നു. ആലോചിച്ച് നോക്കണം, ആര് ഒട്ടകപ്പുറത്ത്, ആര് നടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം. ലോകത്തിൻ്റെ നേതാവ്, ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം. നബി നടക്കുന്നത് ഞാൻ ഒട്ടകപ്പുറത്തു നിന്നുള്ള വിഷമം. റസൂൽ പറഞ്ഞു, മുആദേ, ഒരു കാര്യം ശ്രദ്ധിക്കുക. നീ യമനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പക്ഷേ എന്നെ കാണാൻ കഴിഞ്ഞേക്കില്ല. നീ മദീനയിൽ വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ പള്ളിയുടെയും ഖബറിൻ്റെയും അടുത്തുകൂടിയായിരിക്കും നടന്നു പോവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി ലഭിച്ച സൂചനകളാണ്. ദിവസത്തെക്കുറിച്ചല്ല, മാസത്തെക്കുറിച്ചല്ല, വഫാത്ത് അടുത്തു എന്ന. അപ്പം നീ ഇനി തിരിച്ചു വരുമ്പോൾ എന്നെ കാണണമെന്നില്ല. എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടി, എൻ്റെ പള്ളിയുടെ അടുത്തുകൂടിയായിരിക്കും നീ നടന്നു. ഇത് കേട്ട പക്ഷെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. നബിയുടെ വഫാത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും സഹാബത്തിലുള്ള ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. വഫാത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും അവർക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. റസൂൽ തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. ഉഹുദ് യുദ്ധത്തിലാണല്ലോ വിശ്വാസികൾ കൂടുതൽ നാശങ്ങൾ സംഭവിച്ചത്. 70 സഹാബികൾ ഷഹീദായി. ഉഹുദിൽ നിന്ന് മദീനയിലേക്ക് വന്ന വാർത്തകൾ ശുഭകരമായിരുന്നില്ല. അനേകം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് തന്നെ വലിയ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. മദീന നിവാസികൾ ആണും പെണ്ണും ഉഹുദിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ അടുത്തേക്ക് തെരുവിലേക്ക് ഓടി വരികയാണ് വിവരമറിയാൻ. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഒരു അൻസാരി വനിതയെക്കുറിച്ച്. ആ അൻസാരി വനിത ഉഹുദിൽ നിന്ന് മടങ്ങുന്ന ആളുകളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലിന്റെ വിവരം എന്താണ്? അയാൾ പറഞ്ഞു, നിന്റെ വാപ്പ, ആ പെണ്ണിൻ്റെ, ചോദിക്കുന്ന പെണ്ണിൻ്റെ, നിന്റെ വാപ്പ ഷഹീദായി. അപ്പോഴും ചോദിക്കാണ്, അല്ലാഹുവിൻ്റെ റസൂലിന്റെ വിവരം എന്താണ്? അപ്പൊ അടുത്ത ആള് പറഞ്ഞു, നിന്റെ ഭർത്താവും ഷഹീദായിട്ടുണ്ട്. വീണ്ടും ചോദിക്കാണ്, ഞാൻ ചോദിക്കുന്നത് റസൂലിന്റെ കാര്യമാണ്.
നിന്റെ മകനും ഷഹീദായിട്ടുണ്ട്. വാപ്പ, ഭർത്താവ്, മകൻ. റസൂല് എങ്ങനെ? റസൂലിന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ വനിത പറയാണ്, അള്ളാന്റെ റസൂലിന് യാതൊരു മുസീബത്തും ബാധിച്ചിട്ടില്ലെങ്കിൽ എന്നെ ബാധിച്ച മുസീബത്തെല്ലാം എനിക്ക് നിസ്സാരമാണ്. നോക്കുക, ഒരു സ്ത്രീക്ക് സംഭവിക്കാനുള്ള നഷ്ടം വാപ്പ, ഭർത്താവ്, മകൻ. അള്ളാന്റെ റസൂലിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ മുസീബത്തൊക്കെ ഞാൻ തരണം ചെയ്യും. ആ സ്നേഹത്തിന്റെ രൂപം അതായിരുന്നു. കാലങ്ങൾ മാറി സഹോദരങ്ങളെ, ഈമാൻ ദുർബലമായി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് ഭാരമായി തോന്നി, റസൂലുള്ളാഹിയുടെ ചര്യ പിന്തുടരുന്നത് പ്രയാസകരമായി തോന്നി, തന്നിഷ്ടക്കാര് വർദ്ധിച്ചു. അപ്പോൾ പുതിയ പുതിയ സ്നേഹപ്രണങ്ങൾ അവര് തീരുമാനമെടുത്തു. തെമ്മാടികളായ ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പന തള്ളിക്കളഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട്, ഈ തെമ്മാടികൾ എന്നത് എൻ്റെ വാക്കല്ല, ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നബിദിനാഘോഷം തുടങ്ങിയത് ആരാണ് എന്ന് വിശദീകരിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. അദ്ദേഹം കിതാബിൽ ഉപയോഗിച്ച വാക്കാണ്ട, എൻ്റെ വാക്കല്ല. ഫാത്തിമീഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത്. ഈജിപ്തിലാണ് തുടങ്ങിയത്. അപ്പോ സ്വന്തം ഇഷ്ടത്തിന് ഒരു മതകാര്യമുണ്ടാക്കിയാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? സൂറത്ത് കഹഫിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആയത്താണല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. വലിയ നഷ്ടത്തിൽ കലാശിക്കുന്ന അമല് ഏതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കൂ നബിയെ അവരോട്. നഷ്ടം സംഭവിക്കുന്ന അമല് അല്ലദീന വല്ല സഅയഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അത്തരം അമലുകൾ ഇഹലോകത്ത് വെച്ച് തന്നെ പാഴായി പോകും. അങ്ങോട്ട് പൊന്തൂല, പരലോകത്തേക്ക് അത് പൊന്തില്ല, ആകാശലോകത്തേക്ക് ഉയരില്ല, ഇവിടെ തന്നെ അത് പോയിട്ടുണ്ടാവും. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ, എന്നാൽ ചെയ്യുന്നവരോ ഞങ്ങൾ നല്ല കാര്യങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നവർ ധരിക്കുകയും ചെയ്യും. അതിനേക്കാൾ വലിയ നഷ്ടമുള്ള അമല് വേറെന്തോന്ന് അള്ളാഹ് ചോദിക്കുക സൂറത്തുൽ കഹ്ഫിൽ 103, 104. അൽ കഹ്ഫ് സൂറത്തിലെ 103, 104 ആയത്തുകളാണ് നിങ്ങൾ ഈ കേട്ടത്. ദീനിൽ ഒരു പുണ്യകർമ്മം രൂപപ്പെടണമെങ്കിൽ അള്ളാഹു എത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ വഹി അനുസരിച്ച് സംസാരിക്കുന്ന റസൂൽ നിർദ്ദേശിക്കണം, റസൂൽ പ്രവർത്തിക്കണം. അത് മാത്രമേ പുണ്യകർമ്മമാവൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു അമല് ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്, സ്വീകാര്യയോഗ്യമല്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസ് നോക്കൂ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീൻ കാര്യത്തിൽ പുതുതായി ആരെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കിയാൽ അത് സ്വീകാര്യമല്ല. അത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിന് പ്രാധാന്യം വന്നത് എപ്പോൾ? ഇനി ആ മാസമാണ് ജനിച്ചു എന്നത് സ്ഥിരപ്പെട്ടാൽ പോലും ആ ജനിച്ചതിൻ്റെ പേരിൽ ഒരു അനുഷ്ഠാനം നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? വഫാത്തായത് ഉറപ്പായി റബീഉൽ അവ്വൽ. ആ വഫാത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം പിൻഗാമികൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? രണ്ടുമില്ല. ജനിച്ച ആ ജന്മദിനാഘോഷവും ഇസ്ലാമിലില്ല, ചരമദിനാഘോഷവും ഇസ്ലാമിലില്ലാത്തതാണ്. റസൂലിൻ്റേത് മാത്രമല്ല നമ്മുടേതും. ഇന്ന് നമ്മുടെ പല വീടുകളിൽ കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കും,
ഇസ്ലാമിലില്ല. ജൂത ക്രൈസ്തവരുടെ പരിപാടിയാണ്, നസറാക്കളുടെ പരിപാടിയാണ്. അത് കടം കൊണ്ടതാണ്. ചരമദിനാഘോഷവും ഇല്ല. അപ്പോൾ ഖുർആൻ മുഴുവൻ പരിശോധിക്കുക. നബി ജനിച്ചതിനെക്കുറിച്ച്, നബി ജനിച്ച ഡേറ്റിനെക്കുറിച്ച് ഒരു സൂചനയും 6000 ചില്ലാനം ആയത്തുകളിലില്ല. ഉറപ്പിക്കും നിങ്ങളത്. ലക്ഷക്കണക്കിന് ഹദീസിൽ അള്ളാന്റെ റസൂൽ പറയണ്ടേ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞ റസൂൽ റബീഉൽ അവ്വൽ 12-നാണെന്ന് പറഞ്ഞില്ല, തീയതി പറഞ്ഞില്ല. റസൂലിന് അറിഞ്ഞില്ലെങ്കിൽ, നബി ജനിച്ചത് ദിവസം ഡേറ്റ് റസൂലിന് അറിയില്ലെങ്കിൽ സാധ്യത എന്തൊക്കെ? അള്ളാഹു വഹിയിലൂടെ അറിയും. വഹിയിലൂടെ അറിയിച്ചാൽ റസൂൽ അറിയും. അത് പറഞ്ഞു കൊടുക്കും, സഹാബത്തിനും പറഞ്ഞു കൊടുക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒരു അമൽ ആ ദിവസത്തിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടില്ല. പിന്നെ ജനിച്ചത് അറിയുന്ന ആർക്കാ? അബ്ദുൽ മുത്തലിബിനറിയാം. വളരെ ശ്രദ്ധിക്കും നിങ്ങളിത്. നബിയുടെ വാപ്പ മരിച്ചുപോയി. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള മരിച്ചുപോയി. അബ്ദുൽ മുത്തലിബാണ് ഖുറൈശികളുടെ നേതാവ്, കഅബയുടെ പരിപാലകൻ. പ്രസവമെടുത്തപ്പോൾ, ആമിനാക്ക് പ്രസവമെടുത്തപ്പോൾ പ്രയാസമായി അബ്ദുൽ മുത്തലിബിന്. അദ്ദേഹം ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൻ്റെ കുഞ്ഞ്, വാപ്പയില്ല, ഞാനാണ് അവൻ്റെ രക്ഷിതാവ്. ആ പ്രസവവേദന കൊണ്ടുള്ള ഞരക്കം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു സമാധാനമില്ല. ഉടനെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. വേഗത്തിൽ തന്നെ വേലക്കാരി ആ കുട്ടിയെ തുടച്ച് വൃത്തിയാക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ കൊടുക്കുന്നു. താങ്കളുടെ പുത്രൻ, താങ്കളുടെ പുത്രൻ. അബ്ദുൽ മുത്തലിബ് ആ തുണി, കുട്ടിയെ പൊതിഞ്ഞ തുണിയോടുകൂടി കഅബത്തിലേക്ക് ഓടുന്നു. കഅബത്തിന്റെ അടുക്കൽ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന് വേണ്ടി. എൻ്റെ കുഞ്ഞിന് റഹ്മത്തിന് വേണ്ടി, ബർക്കത്തിന്. ആരോട്? അള്ളാഹുവോട്, കഅബത്തിന്റെ നാഥനായ അള്ളാഹിനോട് തേടുന്നു. അബ്ദുൽ മുത്തലിബിനെ അറിയും. അപ്പോ 8 വയസ്സ് വരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സ് വരെയാണ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചത്. കഅബയുടെ പരിസരത്ത് ഖുറൈശികൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സീറ്റുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ. ഒരാളും അതിലിരിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഒരാളും ആ സീറ്റിലിരിക്കില്ല. കഅബയുടെ പരിപാലകൻ, ഖുറൈശികളുടെ അബ്ദുൽ മുത്തലിബിന്റെ സീറ്റാണ്. മറ്റുള്ളവരൊക്കെ ചുറ്റുങ്ങനെ നിൽക്കേ ഇരിക്കേ ചെയ്യുള്ളൂ. പക്ഷെ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്യപ്പാടെ കൂടെ ഇരിക്കാൻ അനുവാദമുണ്ടായിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൊടുത്തില്ല, ഇന്ന ഡേറ്റിനാണ്. നബിക്ക് ശേഷമല്ലല്ലോ പ്രിയപ്പെട്ടവരെ റബീഉൽ അവ്വലും റബീഉൽ ആഖിറും മുഹറം തുടങ്ങിയത്. എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ് മുഹറം, റബീഉൽ അവ്വലും, റമദാൻ അടക്കം. അവര് മുഹറം മാസത്തിലെ 10 നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ലേ ജാഹിലിയക്കാർ? നബി വന്നതിന് അത്ര മുമ്പ് ജൂതന്മാര് നോമ്പ് നോറ്റിരുന്നില്ലേ? മൂസാ നബിയുടെ ആൾക്കാർ ആ മാസമൊക്കെ 12 ഉണ്ടായിരുന്നു. പിന്നൊരാൾ, അറിയുന്ന ഒരാൾ, അബൂ താലിബാണ് മൂത്താപ്പ. ആ മൂത്താപ്പ അബ്ദുൽ മുത്തലിബിന് ശേഷം അങ്ങേയറ്റ മകനെ പോലെ സ്നേഹിച്ച് വളർത്തി സംരക്ഷിച്ച് നബി ആയതിനു ശേഷവും 10 കൊല്ലം, നബി ആയതിനു ശേഷവും 10 കൊല്ലം ജീവിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല മോൻ ജനിച്ച ഡേറ്റ് എന്നാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഖുർആനിലില്ല, ഹദീസിലില്ല. സഹാബത്ത് ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി അവർക്ക് പരിചയം ഇല്ല. റസൂലുള്ളാഹി നിർദ്ദേശിക്കാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റൂല്ലോ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. സഹാബത്തിന്
അങ്ങനെ ഒരു അനുഷ്ഠാനം റബീഉൽ അവ്വലിൽ നിശ്ചയിക്കപ്പെട്ടവർക്ക് അറിയില്ല. ഇന്ന് മുസ്ലിങ്ങൾ പൊതുവെ 4 മദ്ഹബിനെ പിൻപറ്റുന്നവരാണ് എന്ന് പറയുന്നവരാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ 4-ൽ ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരമില്ല. നബിദിനത്തെക്കുറിച്ച്, റബീഉൽ അവ്വലിലെ മൗലിദ് ആഘോഷത്തെക്കുറിച്ച് ഒരക്ഷരം 4 ഇമാമുകളുടെ കിതാബുകളിൽ ഇല്ല. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇമാം അബൂ ഹനീഫ പറഞ്ഞെന്ന് പറയും, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. എനിക്ക് ലഭിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിപ്രായം പറയാം. മറ്റൊരു ഹദീസ് സഹിയായി വന്നാൽ എന്ത് തള്ളണം? എൻ്റെ മദ്ഹബ് അതായിരിക്കട്ടെ, ആ ഹദീസായിരിക്കുന്ന. ഇമാം ഷാഫി വഖാല ഷാഫി, ഇമാം ഷാഫി പറഞ്ഞു, ഇവിടുത്തെ ഷാഫിയാക്കൾ എന്ന് പറഞ്ഞവരല്ലേ ഇവിടെ ഇത് ആഘോഷിക്കണത്. എന്താ? ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്തി റസൂലില്ലാഹ്. എൻ്റെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ ഫഖൂലൂ ബിസുന്നത്തി റസൂലില്ലാഹ്. നിങ്ങൾ സ്വീകരിക്കേണ്ടതും പറയേണ്ടതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. വദഉ മാ ഖുൽതു, ഞാൻ പറഞ്ഞ് തള്ളിക്കളയണം. എനിക്ക് ലഭിച്ച തെളിവ് വെച്ചിട്ട് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ നിങ്ങൾക്ക് അതിനപ്പുറമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതായിരിക്കും ഞാൻ സ്വീകരിക്കുക. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തള്ളിക്കളയണം. ഇതാണ് അവരൊക്കെയും പറഞ്ഞത്. പിന്നെ ആരാ ഇത് തുടങ്ങിയത്? നിങ്ങൾക്കറിയാം, ഷാഫി മദ്ഹബിൽ സ്വീകാര്യയോഗ്യമായ ഒരു തഫ്സീറാണല്ലോ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ. അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് അൽ ബിദായ വൻ നിഹായ. കുറേ വാല്യങ്ങൾ. അതിൽ നബിദിനം റബീഉൽ അവ്വൽ ആഘോഷമാക്കിയവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഈജിപ്തിലെ ഫാത്തിമിയ ഷിയാക്കളാണ് ഇത് ആരംഭിച്ചത്. അവരുടെ ബന്ധം പറഞ്ഞിരുന്നത് ഫാത്തിമയായി കുടുംബ ബന്ധമുള്ള നസ്ബ് ചേർക്കപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെട്ടത്. അക്കാലത്ത് തന്നെ ഈജിപ്തിലെ പണ്ഡിതന്മാരും മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാർ ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത്. ഫാത്തിമയുമായി ഒരു കുടുംബ ബന്ധം, അലി റളിയല്ലാഹു അൻഹുമായി ഒരു കുടുംബ ബന്ധം ഇവർക്കില്ല. ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരല്ല. അവരാണ് പറഞ്ഞത് ശുദ്ധ തെമ്മാടികളാകുന്നു. ആ തെമ്മാടികളാണ് റബീഉൽ അവ്വലിനെ ആഘോഷമാക്കി മാറ്റിയത്. മുസ്ലിയാക്കന്മാർ ഓതുന്ന കിതാബുകളിൽ അതിലുള്ള വർത്താനം പറഞ്ഞതേ. ഇബ്നു കസീർ അവരല്ലേ, ഷാഫി മദ്ഹബുകാരനല്ലേ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ അസ്ലുൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദ് ആഘോഷത്തിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. ലം തുങ്കൽ അൻ അഹദിൻ മിനസ് സലഫി മിനൽ ഖുറൂനി സലസ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 3 പുണ്യ നൂറ്റാണ്ടുകളിൽ ഒരു മുൻഗാമിയിൽ നിന്നും ഇങ്ങനൊരു ആഘോഷം ഉദ്ധരിക്കപ്പെട്ടിട്ടേയില്ല. ഇപ്പം എന്തൊക്കെ കേട്ടു നിങ്ങൾ? ഖുർആനിലില്ല. ലക്ഷക്കണക്കായ ഹദീസുകളിൽ ഒരു ഹദീസിൽ പോലും നബി ജനിച്ചത് ഇന്ന ദിവസമാണെന്നോ അന്ന് ഇന്ന ആഘോഷമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. സഹാബത്തിൻ്റെ ക്രമങ്ങളിലില്ല. താബീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. 4 മദ്ഹബിൻ്റെ ഇമാമുകൾക്കും ഇങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ച് പരിചയമില്ല. കിതാബുകളിൽ ഒന്നും തന്നെയില്ല. ശുദ്ധ ബിദ്അത്താകുന്നു. പുണ്യത്തിന് പകരം നരകം വിലക്ക് വാങ്ങുന്നു. സമയം ചെലവാക്കിയിട്ട് സമ്പത്ത് ചെലവാക്കിയിട്ട് അധ്വാനം ചെലവാക്കിയിട്ട് പുണ്യത്തിന് പകരം നരകം വിലക്ക് വാങ്ങുന്ന അവസ്ഥയാണ്. ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് ഇവിടെ സൂചിപ്പിച്ചതും ഖുർആൻ സൂചിപ്പിക്കുന്നതും അതാണ്. പ്രവാചകന്റെ നിർദ്ദേശമില്ലാത്ത ഒരു കാര്യവും ദീനിൽ പുണ്യകരമല്ല.
തള്ളപ്പെടേണ്ടതാണ്. അള്ളാഹു ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യം നേടാൻ, വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ ജനങ്ങളെ, അതിനേക്കാൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്ന ഒരു തെളിവ് കൂടി ഞാൻ പറയാം. ഈ പള്ളിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് മിക്കവാറും നിങ്ങൾ മഹല്ല് പള്ളികളിലായിരുന്നല്ലോ പങ്കെടുത്തത്. ജുമാക്ക് ആ മഹല്ല് പള്ളിയിൽ മിമ്പറിൽ നിന്ന് എന്താണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്? ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈജിപ്തിലെ പണ്ഡിതനായ, ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈജിപ്തിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്ന പണ്ഡിതൻ്റെ ഖുതുബ അച്ചടിച്ചത് വായിക്കണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും മഹല്ല് പള്ളിയിലൊക്കെ പോയപ്പോൾ. ഇടക്കാലത്ത് ചില വിഭാഗങ്ങൾ നമുക്ക് തന്നെ ദോഷമാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കിയത് ചില കൈക്കറി ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഭാഗത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും ഒന്നും ചെയ്യാണ്ട് അതെന്നെ വായിക്കുന്നത്. ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ ആ ഖുതുബ, ഒരു കൊല്ലത്തെ ഖുതുബ. അദ്ദേഹം ഈജിപ്തിൽ അന്ന് നടത്തിയ ഒരു കൊല്ലത്തെ ഖുതുബ. 52 വെള്ളിയാഴ്ച ഖുതുബയും ഒരു ചെറിയൊരു നാൾ ഖുതുബയും ഒരു വലിയൊരു നാൾ ഖുതുബ, 54 ഖുതുബാണ് ആ കിതാബിലുള്ളത്. അത് വായിക്കാം. വായിക്കുന്ന ആൾക്ക് അർത്ഥം അറിഞ്ഞോളന്നില്ല, വലിയ വന്യന്മാർക്ക് അർത്ഥം അറിയും. അപ്പം അറബിയിൽ പ്രസംഗിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ നല്ല ഖുതുബയായിട്ട് അറിയപ്പെട്ട ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയാണ് നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഉസ്താദുമാരോട് ചോദിക്കുകയും ചെയ്യാലോ, ഇങ്ങനെയാണോ? ആ അച്ചടിച്ച ഖുതുബയിൽ റബീഉൽ അവ്വൽ മാസത്തെ 5 ഖുതുബയുണ്ട്. ആ കൊല്ലം റബീഉൽ അവ്വലിൽ 5 വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. 5 ഖുതുബ മാറി മാറി വരും. ചില മാസം 4 വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ, ചില മാസം 5 വെള്ളിയാഴ്ച ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം. ഇദ്ദേഹം നടത്തിയ ആ അച്ചടിക്കപ്പെട്ട ഖുതുബയിൽ 5 വെള്ളിയാഴ്ച. അദ്ദേഹത്തിനൊരു പ്രത്യേകത, കാലികമായ ഖുതുബയെ, സാന്ദർഭികമായ ഖുതുബ. റമദാൻ മാസം അടുക്കുമ്പോൾ റമദാനെ പറ്റി, നോമ്പിനെ പറ്റി, തറാവിനെ പറ്റി, അങ്ങനെ സക്കാത്തിനെ പറ്റി, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ഖുതുബ. ദുൽഹജ്ജ് മാസമാകുമ്പോൾ ഹജ്ജിനെക്കുറിച്ച്, ബലിപെരുന്നാളിനെക്കുറിച്ച്, ഉദയത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഖുതുബ. പരിഭാഷപ്പെടുത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. റബീഉൽ അവ്വൽ മാസത്തിൽ 5 ഖുതുബയിൽ ആദ്യത്തെ 2 ഖുതുബ, റബീഉൽ അവ്വൽ 12-ന് മുമ്പുള്ള ആദ്യത്തെ 2 ഖുതുബ, വിഷയം എന്താണെന്നറിയോ? വഫാത്തുർ റസൂൽ ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത്. ജനനത്തെക്കുറിച്ച് ഒരക്ഷരമില്ല. ഇനി 3 ഖുതുബ ഉണ്ടല്ല, അതിൽ മരണം, പരലോകം അല്ലാതെ വേറൊരു വിഷയം ഈ 5 ഖുതുബയിലും ഇല്ല. ഹിജറ 4-ാം കൊല്ലത്തിൽ ജീവിച്ചു മരിച്ച ഇവിടെയുള്ള ഷാഫിഈ മദ്ഹബുകാർ അംഗീകരിച്ച് കാലങ്ങളായി നമ്മുടെ പള്ളികളിൽ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന ഇബ്നു നുബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ആലോചിച്ചു. 1-ാം ഖുതുബ വഫാത്തുർ റസൂൽ, ലോകത്ത് തുടങ്ങണ എന്താണെന്നറിയോ? 1-ാമത്തെ ഖുതുബ തുടങ്ങുന്നത്
അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് അള്ളാഹ് അവധി നീട്ടിക്കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണെന്നാണ്. ഈ ഒരു റബീഉൽ മാസത്തിലാണല്ലോ, നിങ്ങളുടെ ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത്. അള്ളാഹുവിന് പ്രിയങ്കരനായ ഹബീബായ റസൂലുള്ളാഹിക്ക് പോലും അള്ളാഹ് നിശ്ചയിച്ച സമയത്തിൽ നിന്നൊരു സെക്കൻഡ് പോലും ബന്ധിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണെന്നുകൊണ്ട് ഖുതുബ അറബിയിലാണ്. വഫാത്തിനെ കുറിച്ചും കൂടെ വിശദീകരിക്കാം. രണ്ടാം ഖുതുബയിൽ റസൂലുള്ളാഹ് നെറ്റിത്തരം വേർത്തത്, കൈകാലുകൾ മടക്കിയത്, പ്രവാചകന്റെ പ്രയാസം, വേദനയെ സംബന്ധിച്ച് ഫാത്തിമ കരഞ്ഞത്, ആലോചിക്കുന്നത് കരഞ്ഞത്. ആ അറബി അറിയുന്ന ഒരാൾ കേട്ടാൽ പൊട്ടിക്കരയാതിരിക്കില്ല ഖുതുബ. അത്ര സങ്കടകരമാണ്. ഭയങ്കര സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. എന്നിട്ട് രണ്ടാം ഖുതുബ അവസാനിക്കുമ്പോൾ ഇബ്നു റാത്തത്തിൽ മിസ്രി നമ്മുടെ പള്ളിയിൽ വായിക്കുന്ന ഖുതുബയിലുള്ളതെന്നറിയോ? ഇത്രയും കേട്ടിട്ട് നിങ്ങളിൽ നിന്ന് ഗൽഗതം വരാത്തതെന്ത്, നിങ്ങളുടെ കണ്ണുകൾ നിറയാത്തതെന്ത്? ആ ഖുതുബയിലുള്ളതാ, ഞാനല്ലേ ഇരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാത്തതെന്ത്, നിങ്ങളുടെ തേങ്ങലുകൾ കേൾക്കാത്തതെന്ത്? ഈ വായിക്കുന്ന കിതാബിനുള്ള വർത്താനം പറഞ്ഞ ശരി. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെന്താ, അതേ ഖത്തീബ് തന്നെ നമ്മളെങ്ങനെ ആഘോഷം ഗംഭീരാക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നു. മിമ്പറിൽ നിന്നിട്ട് പറഞ്ഞത് സങ്കടം വരുന്ന കാര്യം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നബിയുടെ മകൾ എന്റെ ഭാര്യ ഫാത്തിമ ചിരിച്ചിട്ടില്ല. നബിയുടെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിയുടെ മയ്യത്ത് സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഫാത്തിമ എന്നോട് ചോദിച്ചു, അനസേ, നിനക്കെങ്ങനെ എന്റെ റസൂലിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിടാൻ കഴിയത്? നിനക്കെങ്ങനെ സാധ്യമായതോ? കരഞ്ഞുകൊണ്ട് ചോദിക്കാണ്, എങ്ങനെ പറ്റി അനസേ, നിനക്കെങ്ങനെ പറ്റി എന്റെ വാപ്പാടെ ഖബറിലേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെ സാധിച്ചത്? അനസിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല, സങ്കടം കൊണ്ട് ചോദിക്കുകയാണ്. എല്ലാ കിതാബിലും ഉള്ളത് എന്താ? മദീന ഇരുട്ടിലായി പോയി എന്നാണ്. ആ ദിവസമാണ് മദീന കരഞ്ഞ ദിവസമാണ്. ജാഥയും ആഘോഷവും പായസ വിതരണവും ലഡു വിതരണവും ചോക്ലേറ്റ് വിതരണവുമായി ആടിത്തിമിർക്കുന്നത്. പുതിയൊരു വർത്താനം കേട്ടിപ്പോ, പണ്ട് കേട്ടിട്ടില്ല. ഇപ്പൊ ഇബ്ലീസ് കരഞ്ഞ ദിവസങ്ങൾ പറയാം. ഇബ്ലീസ് കരഞ്ഞ ദിവസത്തിൽ ഒന്ന് നബിജി ജനിച്ച ദിവസമാണ് ഇബ്ലീസ് കരഞ്ഞത്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, കരയുന്ന ഇബ്ലീസിന് ചിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇബ്ലീസ് ചിരിച്ചതെന്നായി. ഇബ്ലീസ് കരഞ്ഞത് ജനിച്ചു എന്ന് കേട്ടപ്പോ കരയുന്ന ആൾക്ക് ചിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ചിരിച്ചത് മരിച്ചു നിൽക്കുമ്പോ ആ മരിച്ച ദിവസം ഈ ചിരിച്ച് നടക്കുന്നത് അത് ആരാന്ന് ആലോചിച്ചു നോക്ക്. അതേ മരിച്ച ദിവസമാണ് ചിരിച്ചും ആഹ്ലാദിച്ചും ബഹളമുണ്ടാക്കി നടക്കുന്നത്. നബിയുടെ മദ്ഹ് എന്ന പേരിൽ ശിർക്കൻ വരികളാണ് ഉച്ചരിക്കുന്നത്. റസൂലിനോട് സഹായം ചോദിക്കുന്ന വരികൾ. ആലോചിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തർക്കില്ലാത്ത, അവരും നമ്മളും തമ്മിൽ തർക്കില്ലാത്തൊരു വിഷയല്ലേ. ഒന്നിലും ദുർവ്യയം ആർഭാടം പാടില്ല. അത് പറഞ്ഞാൽ മതി. പരാത്തുബദ്ധ്യർ, ഒരിക്കലും നീ ആർഭാടം ദുർവ്യയം നടത്തരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ആർഭാടവും ദുർവ്യയം നടത്തുന്നവൻ പിശാചിന്റെ ആളുകളാണ്. പുണ്യകർമ്മത്തിൽ പോലും ദുർവ്യയം പാടില്ല. അള്ളാഹ് അനുവദിച്ച കാര്യത്തിൽ പോലും
ദുർവ്യയം പാടില്ല. ഇത് അള്ളാഹ് ഹറാമാക്കിയ വിദഅത്ത് ചെയ്യുന്നതിൽ ആർഭാടങ്ങൾ എത്രയുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യമില്ലാതിരിക്കുകയും ബിദ്അത്തായ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന എത്ര വാശിയോടുകൂടിയാണ് ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അള്ളാഹിൻ്റെ കിതാബും റസൂലിൻ്റെ ചര്യയും കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ഗൗരവമാണ് ഇതിൽ നിന്ന് നമുക്ക്. പാവങ്ങൾക്കറിയില്ല, ജനങ്ങൾക്കറിയില്ല, അറിയുന്നവരത് ജീവിതമാർഗ്ഗത്തെ ചൂഷണം ചെയ്യാം. ജനത്തിനറിയില്ല ഏതാ ഖുർആനിലുള്ളത്, ഏതാ ഹദീസിലുള്ളത്, ഏതാ കിതാബിലുള്ളത്, ഏതാ നുബാത്തി കുത്തുബയിലുള്ളത്, ഒന്നും അവർക്കറിയില്ല. അറിയുന്നവർ അതൊരു ജീവിതമാർഗമാക്കി പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണ് ഇന്ന് നടക്കുന്ന ആഘോഷങ്ങളെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കേട്ടതിൻ്റെ വിശദമായ വിവരണം ചുരുക്കിയുള്ളത് മിമ്പറി എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൃത്യമായി മറുപടി കിട്ടുന്ന ഒരു പരിപാടി നാളെ വൈകിട്ട് 4:30 മതിലകം പേരമൗണ്ട് ഹാളിൽ നടക്കുകയാണ്. ഈ വിഷയമായി ആരുടെ ചോദ്യത്തിനും ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറുപടി 4 വലിയ പണ്ഡിതന്മാരാണ് പങ്കെടുക്കുന്നത്. അഹമ്മദ് അനസ് മൗലവി, നസറുദ്ദീൻ റഹ്മാനി, അബ്ദുൽ മജീദ് സുഹരി. ഈ റഹ്മാനി സുഹരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കുറേ കാലം നബിദിനം ആഘോഷിച്ചവരായിരുന്നു അവർ. സത്യം മനസ്സിലാക്കിയപ്പോൾ അഹമ്മദ് അനസ് മൗലവി 3 ആളും പിന്നെ സാലിഷുവാടാണ് പുള്ളി. ഈ വിഷയവുമായി മറ്റു വിഷയമായി ഏതൊരു സംശയം ഉണ്ടെങ്കിലും കൃത്യമായ മറുപടി കിട്ടും. അപ്പോൾ പരമാവധി ആളുകൾ പങ്കെടുക്കുക. നാളെ ശനിയാഴ്ച മതിലകം പേരമൗണ്ട് ഹാളിൽ 4:30-ക്കാണ് ആ പരിപാടി പങ്കെടുക്കുക. അള്ളാഹു ഹക്ക് മനസ്സിലാക്കി പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാത്തിലിനെ മനസ്സിലാക്കി കൈയൊഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.